ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിങ്ങനെയാണ്: ക്രൂരനോട് കരുണയെപ്പറ്റി ആലോചിക്കാമോ? സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, പോത്തിനോട് വേദമോതിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ക്രൂരനോട് കരുണയെപ്പറ്റി ആലോചന ചെയ്യാമോ? ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ പ്രഭാഷകൻ 37:11 വചനം. പ്രഭാഷകൻ 37:11 ഒരു ഗ്രൂപ്പ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ഏതാണ്ട് ഇതുപോലെയാണ്. ക്രൂരനോട് കരുണയെപ്പറ്റി ആലോചിക്കാമോ എന്ന് ചോദിച്ചതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, സ്ത്രീയോട് അവളുടെ എതിരാളി, അതായത് റൈവൽ, അവൾക്കെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അവളെക്കുറിച്ച് പറയരുത്. സ്ത്രീയോട് അവളുടെ എതിരാളിയെക്കുറിച്ച് പറയരുത്. രണ്ടാമത്തേതാണ്, ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റി പറയരുത്. യുദ്ധം നമുക്കറിയാം, ധൈര്യശാലികൾക്കുള്ളതാണ്. ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റി പറയരുത്. വ്യാപാരിയോട് വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ പറയരുത്. വാങ്ങുന്നവനോട് വാങ്ങുന്ന കാര്യമാണ് പറയേണ്ടത്, വിൽപ്പനയെപ്പറ്റി അല്ല പറയേണ്ടത്. വീണ്ടും നമ്മൾ കാണുകയാണ്, വിദ്വേഷിയോട് നിന്ദയെപ്പറ്റിയോ ക്രൂരനോട് കരുണയെപ്പറ്റിയോ, ഇതാണ് നമ്മുടെ വിഷയം. ക്രൂരനോട് കരുണയെപ്പറ്റിയോ അലസനോട് അധ്വാനത്തെപ്പറ്റിയോ മടിയനോട് വലിയ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആരുമായിട്ട് ചെയ്യണം? അതിന് ആവശ്യമായിട്ടുള്ള വിവേകം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ക്രൂരനോട് കരുണയെപ്പറ്റി ആലോചന ചെയ്യരുത്. അത് പോത്തിൻ്റെ കാതിൽ വേദം ഓതും പോലെയാണ്, അതുകൊണ്ട് ഫലമുണ്ടാകില്ല എന്ന് നമുക്ക് അറിയാം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, വരങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഒരു വരമുണ്ട്, അതാണ് വിവേകം. വരങ്ങളുടെ രാജാവ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1805 വായിക്കുമ്പോൾ ചില അടിസ്ഥാന പുണ്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അടിസ്ഥാന തിന്മകൾ പോലെ തന്നെ അടിസ്ഥാന പുണ്യങ്ങൾ. ആ ലിസ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് വിവേകം, പ്രൂഡൻസ്. വിവേകം ഇത് ദൈവമക്കൾക്ക് വലിയ ഒരു ആവശ്യമാണ്. സൗന്ദര്യമില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ, സമ്പത്തില്ലേലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിവേകം. നമുക്ക് ആവശ്യത്തിലേറെ സൗന്ദര്യവും സമ്പത്തും ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിവേകമില്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിക്കാൻ അത് മതി. നമ്മൾ നന്മ നൽകുന്നതിനേക്കാൾ തിന്മ നൽകുന്നവരാകും. നന്മ എടുക്കുന്നതിനേക്കാൾ തിന്മ എടുക്കുന്നവരായിട്ട് മാറാൻ അവിവേകം ഇടയാക്കിയെന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ പ്രൂഡൻസ്, വിവേകം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അത് നിർവചിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രൂഡൻസ്? യഥാർത്ഥ നന്മ എവിടെയാണെന്ന് അറിയാനും ആ നന്മയിലെത്താനുള്ള യഥാർത്ഥ വഴി ഏതെന്നറിയാനും ഒരു ദൈവമകനെ ദൈവമകളെ സഹായിക്കുന്നത് പ്രൂഡൻസാണ്, വിവേകം. ഇനി അതുണ്ടെങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ പറ്റൂ, മരണാനന്തരം സ്വർഗത്തിലെത്താൻ പറ്റും. സ്വർഗത്തിലെത്താൻ സൗന്ദര്യമോ സമ്പത്തോ കഴിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 20:6 മുതൽ വായിക്കുമ്പോൾ വിവേകമുള്ളവർ, ജ്ഞാനമുള്ളവർ ചെയ്യുന്നൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ നിശബ്ദരാകേണ്ടിടത്ത് മിണ്ടത്തില്ല. ചില കാണാൻ സാധിക്കും, എപ്പോഴാണ് മിണ്ടണ്ടേ, എപ്പോഴാണ് നിശബ്ദരാകേണ്ടത് അവർക്കറിയില്ല. കാരണം അതിനുള്ള ജ്ഞാനം അവർക്കില്ലാത്തതുകൊണ്ട്. വിഡ്ഢികൾ അവർ നിശബ്ദരാകേണ്ട സമയത്തും തുമ്പും തരാലും ഇല്ലാതെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് വിഡ്ഢികളുടെ ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 20-6 മുതൽ വായിക്കുമ്പോൾ ഒരുവൻ മിണ്ടാതിരിക്കുന്നത് അറിവില്ലാഞ്ഞിട്ടല്ല, മിണ്ടാൻ അവൻ അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവൻ മിണ്ടേണ്ട സമയമല്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അതാണ് ജ്ഞാനം. ഈ ഒരു ജ്ഞാനവും വിവേകവും നമുക്ക് വളരെ ആവശ്യമാണ്. സോളമനോട് എന്തു വേണമെങ്കിലും നിനക്ക് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോഴും സോളമൻ ആവശ്യപ്പെട്ട എന്താണ്? ജ്ഞാനവും വിവേകവും. 2 ദിനവൃത്താന്തം 1-7 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. എഫേസ്യസ് 5:15 നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ പെരുമാറുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ട ഒന്നാണ് വിവേകം. അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ പെരുമാറുവിൻ. 10-16 വചനം കൂടി എടുത്താലോ, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകുക. ആ ജീവിത നൈർമല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. ഈ പ്രൂഡൻസ്, വിവേകം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി ദിവസേന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗങ്ങൾ തരുന്ന സന്ദേശം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അറിവും വിവേകവും പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്ലാസ് റൂമിലിരുന്ന് എത്രമാത്രം പഠിച്ചാലും ഇത് നമുക്കുണ്ടാവണമെന്നില്ല. പ്രഭാഷകൻ 34:9 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. നമുക്ക് അനുഭവജ്ഞാനം
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-ഉം 12-ഉം എടുക്കുമ്പോൾ വലിയൊരു സന്ദേശമാണ് നമുക്ക് അവിടെ ലഭിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്ത് പറയണം, നീ എങ്ങനെ പറയണം, ഇതൊന്നും ആലോചിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. നീ പറയേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവിലൂടെ തക്ക സമയത്ത് നിനക്ക് നൽകപ്പെടും. ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്യും. ദൈവം തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താ പറയേണ്ടത്, പറയേണ്ട വാക്കുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം ദൈവം തരും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 രാജാക്കന്മാർ 3-ാം അധ്യായം. സോളമൻ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ആവശ്യപ്പെട്ടത് ജ്ഞാനവും വിവേകവും. അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധി അവൻ്റെ മുമ്പിൽ വന്നു. 2 സ്ത്രീകൾ വന്നിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് 2 പേര് പറഞ്ഞത് എൻ്റെ കുഞ്ഞാ, മറ്റവള് നുണ പറയുകയാണ്. ഇനി ആ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് സോളമന് മനസ്സിലായി. സത്യം കണ്ടുപിടിക്കാനുള്ള ആ ഒരു വഴി സോളമന് മനസ്സിലായി. അതവൻ ചെയ്യുകയും ചെയ്തു. അവൻ വിവേകപൂർവ്വം പെരുമാറുന്നത് കണ്ടിട്ട് ജനങ്ങൾക്കെല്ലാം അവനോട് വലിയ ബഹുമതി തോന്നി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താലോ, വലിയ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച അറിവില്ലെങ്കിലും നമുക്ക് സ്തേഫാനോസിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനം. ദൈവം കൊടുത്ത ജ്ഞാനം. കാരണം അവൻ്റെ ജീവിതം അതുപോലെ കറതീർന്ന ഒരു ജീവിതമാണ്. ദൈവം അവനെ ജ്ഞാനിയാക്കി മാറ്റി. അതുകൊണ്ട് അവൻ്റെ നേരെ വിപരീതം ഇരുന്ന് ആർഗ്യൂ ചെയ്ത അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇവന് മറുപടി കൊടുക്കാൻ പറ്റും. ഇവൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്കൊട്ട് ഇങ്ങോട്ട് മറുപടി പറയാനും പറ്റിയില്ല. ഇവൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആ വലിയ ബൗദ്ധികമായിട്ടുള്ള അറിവുണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഉപദേശകരെ ആവശ്യമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം കാണുന്നവർക്കെല്ലാം ഉപദേശം കൊടുക്കും. ഇനി അത് പോയി അവർ ദൈവത്തിനും ഉപദേശം കൊടുക്കും. ദൈവത്തിൻ്റെ ചില കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് പോലും നമ്മൾ കേട്ടെന്ന് വരും. പ്രഭാഷകൻ 42-21 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഉപദേശകരെ ആവശ്യമില്ല. ദൈവം കൊടുക്കുന്ന ഉപദേശങ്ങൾ ശിരസാ വഹിച്ച് അത് നിറവേറ്റുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വരും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16, 6 മുതൽ 10 വരെ വായിച്ചാൽ പൗലോസിന് പരിശുദ്ധാത്മാവ് കൊടുത്ത നിർദ്ദേശം, ഉപദേശം അവൻ പാലിച്ചു. അതുകൊണ്ടാണ് പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് അവൻ പോയില്ല. പകരം പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ച മക്കതോണിയായി പോയി അവൻ സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റമറ്റവരായി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഈ ഒരു വിവേകം നമുക്ക് ആവശ്യമാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. ആ അഭിഷേകത്തിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.